ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ കോടതി രംഗത്ത് വന്നത് സ്വാഭാവികമായിട്ടും അത് ഈ ഭൂഖണ്ഡത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരുടെയും കണ്ണുകൾ ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ അഭയം തേടി ഷെയ്ഖ് ഹസീന എത്തിയിരുന്നത്. 2024 ഓഗസ്റ്റിൽ നടന്ന അവിടുത്തെ വലിയ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് അവർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. ബംഗ്ലാദേശിൽ നിന്ന് വിമാനത്തിൽ അവർ ഇന്ത്യയിലെത്തുകയായിരുന്നു. ഇന്ത്യ അവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ അഭയം തന്നെ കൊടുത്തിരിക്കുകയാണ്. അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സർക്കാർ. പക്ഷെ അത് എലക്റ്റഡ് സർക്കാരല്ല. മുഹമ്മദ് യൂനിസ്, നൊബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയെ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കിയപ്പോൾ ഒരു സമവായത്തിൽ വന്ന പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് യൂനിസ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം, ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും പെരുമാറുക. ജനാധിപത്യവും സമാധാനവും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് കാലത്തെ ബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ ഒരു നിലപാടെടുക്കുക എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള വിധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. തൻ്റെ ഭാഗം കേൾക്കാതെയാണ് ഈ തരത്തിലുള്ള വിധി വന്നിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇത് വളരെ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ കാലത്തുണ്ടായിരുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിറകിൽ അമേരിക്ക അടക്കമുള്ള ചില രാജ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്തായത് ഒരു തരത്തിൽ രാഷ്ട്രീയമായൊരു തിരിച്ചടിയാണ്. കാരണം ഷെയ്ഖ് ഹസീന എല്ലാ കാലത്തും ഇന്ത്യയോടൊപ്പമായിരുന്നു. ബംഗ്ലാദേശിൽ ചൈനയുടെയൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഏറ്റവും ഉത്തമ സുഹൃത്ത് ഇന്ത്യയായിരുന്നു. കാരണം അവർക്ക് അതിന് പ്രത്യേകിച്ച് വൈകാരികമായ കാരണങ്ങളുണ്ട്. ഇന്ത്യ 1971 പാകിസ്ഥാനുമായി യുദ്ധം നടത്തിയത് ബംഗ്ലാദേശിന് വേണ്ടിയായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഏതാണ്ട് 10 മില്യൺ ജനങ്ങളാണ് രാഷ്ട്രീയമായിട്ട് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയത്. ഇന്ദിരാഗാന്ധി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ അടക്കമുള്ളവരോട് ചോദിച്ചു ഇതിൽ ഇടപെടണം, പ്രശ്നം തീർക്കണം. പക്ഷെ അവരൊന്നും തയ്യാറായില്ലെന്ന് മാത്രമല്ല റിച്ചാർഡ് എം നിക്സനും അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചറും ചേർന്ന് ഇന്ദിരാഗാന്ധിയെ വിച്ചെന്നാണ് പറഞ്ഞത്. ദുർമന്ത്രവാദിനിയെന്നോ അല്ലെങ്കിൽ പിശാചെന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയും അവർ പാകിസ്ഥാൻ്റെ പക്ഷം ചേർന്ന് ചൈനയുമായിട്ടൊരു ശീതയുദ്ധ രീതിയിലായിരുന്നു. കാരണം യാഹ്യ ഖാൻ 1971 പാകിസ്ഥാൻ്റെ പരമാധികാരിയും ജനറലുമായിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. യാഹ്യ ഖാനെ പിടിച്ചുകൊണ്ട് ചൈനയുമായിട്ട് വിധത്തിൽ ബന്ധം സ്ഥാപിച്ച് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നയമാണ് ഹെൻറി കിസിഞ്ചർ സ്വീകരിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ വാഷിങ്ടണിൽ ചെന്ന ഇന്ദിരാഗാന്ധിയെ യഥാർത്ഥത്തിൽ കളിയാക്കി പരിഹസിച്ചു വിടുകയായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യയുടെ ആ സമയത്ത് സഹായത്തെത്തിയത്. ലിയോണിദ് ബ്രഷ്നേവ് ുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനുമായിട്ട് കരാറുണ്ടായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ അവർ ഇടപെടും, സോവിയറ്റ് യൂണിയൻ ഇടപെടും. സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാവുമെന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒന്നും കൂസാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ സൈന്യത്തെ അയക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കാരണം കൊണ്ട് അന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാൻ കയറി ഇന്ത്യയുടെ വ്യോമ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഇന്ത്യ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോയത്. 1971 ഡിസംബർ 3 ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും കറാച്ചിയിൽ തകർത്തു. ബംഗ്ലാദേശിലേക്ക് ഇരച്ചു കയറി 93,000 വരുന്ന പാകിസ്ഥാൻ്റെ പട്ടാളത്തെ അടിയറവ് പറയിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധ കാലത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് 93,000 സൈനികർ ഒരു യുദ്ധത്തിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നത്. പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഡാക്കയിൽ കീഴടങ്ങിയത് ചരിത്രമാണ്. അങ്ങനെയാണ് ഇന്ത്യ ഡിസംബർ 16 ബംഗ്ലാദേശിനെ പുതിയ രാജ്യമായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിന് വൈകാരികമായിട്ട് ഇന്ത്യയോട് നോ പറയാൻ പറ്റില്ല. അന്ന് അധികാരത്തിൽ വന്ന അന്ന് ഇലക്ഷനിൽ കൂടുതൽ വോട്ട് നേടി വന്ന അവാമി ലീഗിനെ അട്ടിമറിച്ചുകൊണ്ടാണ് യാഹ്യ ഖാൻ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവരെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട
സ്ത്രീകളെയൊക്കെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പീഡനത്തിനിരയായത്. ഇതേ തുടർന്നാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ശക്തി കാണിച്ചുകൊണ്ട് അവിടെ ഇടപെട്ടത്. അപ്പോൾ അന്ന് മുജീബ് റഹ്മാൻ അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പിന്നീട് പ്രസിഡന്റുമായിട്ട് മാറുകയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രപിതാവാണ് മുജീബ് റഹ്മാൻ. ആ മുജീബ് റഹ്മാൻ്റെ മകളാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഷെയ്ഖ് ഹസീന. അവർ 4 തവണ അവിടുത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, മുജീബ് റഹ്മാൻ അവിടെ രാജ്യത്തിൻ്റെ പരമാധികാരിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വിഭാഗം പട്ടാളക്കാർ ഒരു അപ്രതീക്ഷിതമായി കുതിച്ചു ചെന്ന് അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയത്. അവർ കുടുംബാംഗങ്ങൾ മുഴുവൻ കൊലപ്പെടുത്തി. അന്ന് രക്ഷപ്പെട്ട 2 പേർ, ഏതാണ്ട് ഒളിച്ചിരുന്ന പോലെ രക്ഷപ്പെട്ട 2 പേർ, ഒന്ന് അതിൽ ഷെയ്ഖ് ഹസീനയായിരുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്കാണ് രക്ഷപ്പെട്ടത്. ഇന്ത്യയിൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വീണ്ടും പിതാവിൻ്റെ ഓർമ്മകളുമായി ബംഗ്ലാദേശിലെത്തി അവിടെ പ്രക്ഷോഭം നയിക്കുകയും അവാമി ലീഗിനെ കെട്ടിപ്പടുക്കുകയും പിന്നീട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തത്. ഖാലിദ് സിയ എന്ന അവിടുത്തെ ജനറലിൻ്റെ ഭാര്യ ഖാലിദ് സിയ റഹ്മാൻ അവിടുത്തെ പ്രസിഡൻ്റായിരുന്നു. അവരായിരുന്നു ഇവരുടെ വലിയ രാഷ്ട്രീയ എതിരാളി. എന്തായാലും കാര്യങ്ങൾ പിന്നീട് ഈ അടുത്ത കാലത്ത് തിരിഞ്ഞു മറിഞ്ഞു. വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായി. ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ 1400 പേർ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടു. അവരെ കൊല്ലാൻ അല്ലെങ്കിൽ അവരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ഷെയ്ഖ് ഹസീനയാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെയും വധശിക്ഷ വന്നിട്ടുണ്ട്. അവിടുത്തെ പക്ഷേ കുറ്റം കണ്ടെത്തിയെങ്കിൽ ഇൻസ്പെക്ടർ ജനറലിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എന്തായാലും അവർ പറയുന്നൊരു ന്യായം ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല. അങ്ങനെ ട്രൈബ്യൂണലിന് ഒറ്റയടിക്ക് ഒരാൾക്കെതിരെ വധശിക്ഷ വിധിക്കാനാവില്ല എന്നുള്ള വാദമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 1000-ലേറെ പേജുകളുള്ള ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ വിധി പ്രഖ്യാപനമാണ് അവിടുത്തെ ട്രിബ്യൂണൽ, അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇക്കാര്യത്തിൽ അല്പം എന്താ പറയുക, ഒരു ചെറുത്താനും കടലിനും ഇടയിലെന്നുള്ള അവസ്ഥയിലാണ്. ഈ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നാടുകടത്തൽ ട്രീറ്റിയുണ്ട്, കരാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കോടതി അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അവിടുത്തെ കോടതി ആവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് നമ്മുടെ കൈവശമുള്ള രാഷ്ട്രീയ അഭയം കൊടുത്തിട്ടുള്ള ആൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇങ്ങോട്ടും എന്നുണ്ട്. പക്ഷേ ഇത് എലക്റ്റഡ് സർക്കാരല്ല അവിടെ എന്നുള്ള വാദം വേണമെങ്കിൽ ഇന്ത്യക്ക് സ്വീകരിക്കാം. ഇന്ത്യ ഒറ്റയടിക്ക് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ വൈകാരികമായ ബന്ധം. ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വംഗബന്ധു. ഒരു ബംഗാളി നാഷണലിസത്തിൻ്റെ വലിയ ആളായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു കാര്യം, ബംഗ്ലാദേശിൽ 2 തരത്തിൽ അവാമി ലീഗ് ഇപ്പോൾ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ കലാപം നടത്തുന്നു. അവരെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പെട്ടെന്ന് ഇന്ത്യ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. അപ്പീൽ നടക്കാം. എന്ന് മാത്രമല്ല, 2026 ഫെബ്രുവരിയിൽ അവിടെ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവാമി ലീഗിനെ ഇപ്പോൾ അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. അവർക്ക് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാനാവില്ല. അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ലെന്നാണ് അവാമി ലീഗിൻ്റെ പാർട്ടി പറഞ്ഞത്. ഷെയ്ഖ് ഹസീനയുടെ മകൻ വാജിദ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഒരുപക്ഷെ അവാമി ലീഗിൻ്റെ സ്ഥാനാർത്ഥിയും അവിടെ വലിയ വേരുകളുള്ള ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ ഒരു വിഭാഗം ജനങ്ങളെതിരാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ വളരെ സൂക്ഷിച്ച നിലപാടെടുക്കുള്ളൂ. പക്ഷേ ഇന്ത്യ നേടാൻ പോകുന്നൊരിത് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ ഭരണകൂടം എടുക്കുന്ന നിലപാട് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ അമേരിക്കയുടെ നിലപാട് പൊതുവെ ബംഗ്ലാദേശിനെ ഈ ഷെയ്ഖ് ഹസീനയിൽ നിന്ന് മോചിപ്പിക്കണം, അവരുടെ താല്പര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. ചൈനയ്ക്ക് ഇതേ താല്പര്യമുണ്ട്. കാര്യം ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയും അമേരിക്കയും ഈവൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന ഉള്ള കാലത്തോളം അവർക്ക് പാകിസ്ഥാന് ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ കയറി രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ലായിരുന്നു. ഷെയ്ഖ് ഹസീന പുറത്തായതോടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് ഇപ്പോഴത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണെന്ന് മാത്രമല്ല, പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് സർക്കാരും അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ഇവരെ വിട്ടുകൊടുക്കണമോ, അല്ലാതെ ഇവർ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തി അവിടെ ബാക്കിയുള്ള ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമോ? ഇതൊരു വലിയ ചോദ്യമായിട്ട് ഇന്ത്യയുടെ മുമ്പിലെത്തും. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചു എന്ന പേര് വരുത്താൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ച് പാകിസ്ഥാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ പറയുന്നതോ കേൾക്കണമെന്ന് യാതൊരു നിയമവുമില്ല. കാരണം പാകിസ്ഥാനിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അട്ടിമറി നടത്തി അധികാരത്തിൽ വന്ന 1977
അന്നത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ അട്ടിമറിച്ച് അദ്ദേഹം തന്നെ നിയമിച്ച പട്ടാള ജനറൽ സിയാ ഉൾ ഹക്ക് അധികാരം പിടിച്ചെടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ സുൽഫിക്കർ അലി ഭൂട്ടോയെ വധിക്കാൻ തൂക്കി കൊല നടത്താൻ തീരുമാനമെടുത്തു കോടതി. അത് പ്രത്യേകിച്ച് പട്ടാള ഭരണകാലത്തെ കോടതിയാണ്. അന്ന് വേണമെങ്കിൽ സിയാ ഉൾ ഹക്കിന് ക്ഷമ കൊടുക്കാമായിരുന്നു, മാപ്പ് കൊടുക്കാമായിരുന്നു. അമേരിക്ക അടക്കം ലോകരാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു അയാളെ തൂക്കിക്കൊല്ലരുത്. ഇന്ത്യയും ആ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ കേൾക്കാൻ അന്നത്തെ പട്ടാള ജനറൽ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സുൽഫിക്കർ അലി ഭൂട്ടോയെ എല്ലാ അപേക്ഷകളും താല്പര്യങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് തൂക്കിക്കൊലയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു. അതിനെതിരെ അമേരിക്ക പ്രതികരിച്ചത് സിയാ ഉൾ ഹക്ക് 1988 യാത്ര ചെയ്തിരുന്ന വിമാനത്തിൽ അമേരിക്കയുടെ അംബാസിഡറും യാത്ര ചെയ്തിരുന്നു. അത് പൊട്ടിത്തെറിച്ചാണ് സിയാ ഉൾ ഹക്ക് എന്ന പട്ടാള മേധാവിയും പാക് പ്രസിഡന്റും കൊല്ലപ്പെട്ടത്. പിന്നീട് CIA ചില വെളിപ്പെടുത്തലുകൾ വന്നു, ഞങ്ങളതിൽ ബോംബ് വെച്ചിരുന്നു. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ കേൾക്കാത്ത പാക് സൈന്യാധിപനെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെ കൊലപ്പെടുത്താൻ അമേരിക്ക തയ്യാറായി എന്നാണ് അന്ന് വന്ന വാർത്തകൾ. അത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടാതെ കിടക്കുന്ന കാര്യം അത് രാഷ്ട്രമെന്ന നിലയ്ക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ CIA തരത്തിലുള്ള ലീക്കേജ് വന്നിരിക്കുന്നത് ആ തരത്തിലാണ്. എന്തായാലും അന്ന് പാകിസ്ഥാൻ കേട്ടിട്ടില്ല ഈ പറഞ്ഞ കോടതി വിധിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള കോടതികളൊക്കെ ഇടപെട്ടതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു വനിതാ പ്രധാനമന്ത്രിയെ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ വനിതാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി ആദ്യകാലത്താവുന്ന ആളാണ്. അതുപോലെ തന്നെ സിരിമാവോ ബന്ധാര നായികയാണ് ഒരുപക്ഷെ ലോകത്ത് ആദ്യമായി ഒരു വനിതാ പ്രധാനമന്ത്രിയാവുന്നത് ശ്രീലങ്കയിൽ. അതിനുശേഷം അവരുടെ മകൾ ചന്ദ്രിക കുമാരതുംഗെ ശ്രീലങ്കയുടെ പ്രസിഡന്റായി. അപ്പോൾ ഈ തരത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഗോൾഡ മേയർ ഇസ്രായേലിൽ, ബേനസീർ ഭൂട്ടോ പാകിസ്ഥാനിൽ, അങ്ങനെ ഒരുപാട് പേർ. യൂറോപ്പിലെ മാർഗരറ്റ് താച്ചറും ഏംഗല മെർക്കൽ ജർമ്മൻ ചാൻസലറൊക്കെ ആയ ചരിത്രം അങ്ങനെ കിടക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയിൽ ഇന്ന് വരെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അവിടെ പ്രധാനമന്ത്രി ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ല. റഷ്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം എടുത്താൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുള്ള ഒരു ഭൂഖണ്ഡം ഏഷ്യ തന്നെയാണ്. അത് മ്യാൻമറിലുണ്ടായിട്ടുണ്ട്, മ്യാൻമർ പഴയ ബർമ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഒരുപാട് വനിതാ നേതാക്കളെ ഉന്നത തലത്തിലേക്ക് ഉയർത്തിയ ഒരു ഭൂഖണ്ഡത്തിൽ തന്നെ ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ ആയിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കമുള്ള നേരത്തെ 1947 മുമ്പ് ഒരേ രാജ്യമായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ സംഭവവാസങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഏറ്റവും ശ്രദ്ധയോടെ ലോകം വീക്ഷിക്കുന്നതും ഇന്ത്യയുടെ നിലപാടുകളാണ്. ഒരുപക്ഷെ റിച്ചാർഡ് എം നിക്സന്റെ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് അന്ന് പിടിച്ചു നിന്ന ഇന്ത്യ ബംഗ്ലാദേശ് രൂപം കൊള്ളാൻ പോകുന്നു, ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചതിൻ്റെ പിറകെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ 7ാം കപ്പൽപ്പടയെ അയച്ചിരുന്നു. അന്ന് ആണവായുധം പേറുന്ന USS എൻ്റർപ്രൈസ് അടക്കമുള്ള കപ്പലുകളുടെ വലിയ വ്യൂഹമാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലെ 10 നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഡൽഹിയും കൽക്കട്ടയും അതുപോലെ മുംബൈയും ചെന്നൈയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ കപ്പൽപ്പട വന്നത്. ബ്രിട്ടൻ്റെ നാവി സേനയും ഉണ്ടായിരുന്നു. ഇന്ത്യ ഉടൻ തന്നെ അന്ന് ഇന്ദിരാഗാന്ധി ഇടപെട്ടൽ ലിയോനിഡ് ബ്രഷ്നേവിൻ്റെ സഹായം തേടി സോവിയറ്റ് യുദ്ധക്കപ്പലുകൾ അണിനിരന്നു. കടലിൽ ഇന്ത്യയുടെ വിക്രാന്ത് വന്നു. അവസാനം എന്താ പറയുക, ഒരു 3-4 ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാവുന്ന അവസ്ഥയായപ്പോൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അന്ന് അത്രയും ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് പിറവി കൊടുത്തത്. അതുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ബംഗ്ലാദേശിന് അങ്ങനെ നീങ്ങുക അത്ര എളുപ്പമൊന്നുമല്ല. എന്തായാലും ഇതിൽ ആരൊക്കെ പ്ലെയേഴ്സായിട്ട് വരുമെന്ന് അറിയില്ല. ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയെ പിണക്കാൻ ചൈന തയ്യാറാവുമോ? അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര യുദ്ധവും പ്രശ്നങ്ങളുമുണ്ട്, ഇറക്കുമതി തീരുവയുണ്ട്. ട്രംപ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപക്ഷെ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് മുതിരോ? ഇതിലേക്കൊന്നും പോവാതിരിക്കട്ടെ, അങ്ങനെയൊന്നും പോകാനുള്ള സാധ്യതയില്ല. ഇന്ത്യ ഇതിൽ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞാൽ
ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത ഫെബ്രുവരി വരെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ തീരുമാനങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ അവാമി ലീഗിന് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ അവാമി ലീഗ് തന്നെ പ്രശ്നം ഉണ്ടാക്കും. അവിടെ വലിയ അടിയന്തരാവസ്ഥയും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈ ടൈം, സമയം വാങ്ങിയെടുക്കുക എന്ന നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക. ഇന്ത്യ ഏതായാലും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലെ കോടതി വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയും താൽക്കാലികമായിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു എന്താ പറയുക, ഇന്ത്യയുടെ വലിയ പ്രൊട്ടക്ഷൻ, കാരണം ഇപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോകാനോ ഇതിനൊക്കെ ശ്രമങ്ങൾ നടന്നേക്കാം. അവർക്ക് വലിയ ഒരു സുരക്ഷാ വലയമാണ് ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ കാര്യങ്ങൾ കാത്തിരുന്ന് കാണുക എന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. എന്തായാലും ഫെബ്രുവരി വരെ ഷെയ്ഖ് ഹസീനയെ, ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയെ ബംഗ്ലാദേശിലേക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. ഇന്നാണ് ഈ പ്രഖ്യാപനം, അല്ലെങ്കിൽ കോടതിയുടെ വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.